നമ്മൾ എല്ലാ മംഗള കർമ്മത്തിനും വിളക്ക് കത്തിക്കാറുണ്ട്. നിലവിളക്ക് കത്തിക്കുന്നത് കല്യാണം, മരണം, പാലുകാച്ച്, ഉദ്ഘാടനം എല്ലാ കാര്യത്തിനും ദീപം തെളിയിക്കുന്നുണ്ട്. ദേവതാത്മാ സദീവ, ദേവൻ്റെ ആത്മാവാണ് ദീപം. ഈ ദീപം ഖരമാണോ, ദ്രാവകമാണോ, വാതകമാണോ, പ്ലാസ്മയാണോ എന്ന് ഇതുവരേക്കും കണ്ടുപിടിച്ചിട്ടില്ല. ന്യൂട്ടൻ്റെ നിയമമനുസരിച്ച് ഭൂഗുരുത്വ ആകർഷണമനുസരിച്ച് എല്ലാ സാധനങ്ങളും ഭൂമിയിലേക്ക് വീഴും, പതിക്കുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. അഗ്നി മാത്രം താഴോട്ടല്ല കത്തുന്നത്, മുകളിലോട്ട് പടർന്ന് ഉയർന്ന് കത്തുകയാണ് ചെയ്യുന്നത്. ന്യൂട്ടൻ്റെ നിയമം തെറ്റാണെന്ന് പറയാൻ ഈ ഒരു സാധനം മാത്രം മതി. ഇപ്പോൾ തീക്കകത്ത് ഇരുമ്പ്, ചെമ്പ്, സ്വർണം, വെള്ളി എന്ത് സാധനങ്ങൾ ഇട്ടുകൊടുത്താലും അത് കത്തി ചാമ്പലായി പോകും. ഇതിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തീവണ്ടി നമുക്കറിയാം, കൽക്കരി ഉപയോഗിച്ചാണ് ഇന്നും ചരക്ക് വാഹനങ്ങൾ, തീവണ്ടികളൊക്കെ ഓടുന്നത്. പഴയ കാലത്ത് എല്ലാ വാഹനങ്ങളും ഓടുന്നതിന് വേണ്ടി കൽക്കരി ഉപയോഗിച്ചിരുന്നു. ബസ്സുകൾ പോലും നമ്മളെ നാട്ടിൽ ഓടിക്കൊണ്ടിരുന്നത് കൽക്കരി ഉപയോഗിച്ചാണ്. അപ്പോൾ തീ അത്രയ്ക്കും പവറുള്ളതാണ്. ഇന്ന് കപ്പൽ, ബോട്ട്, പ്ലെയിന്, ട്രെയിന് സർവ്വ വാഹനങ്ങളും ഓടണമെങ്കിൽ അത് ഈ ശരിക്കും തീയുടെ പവർ കൊണ്ട് കത്തി സ്പാർക്കായാണ് മെഷീൻ പ്രവർത്തിച്ച് വാഹനങ്ങളെല്ലാം ഓടുന്നത്. തീയിൽ നിന്നും കൽക്കരിയിൽ നിന്നുമൊക്കെ നമുക്ക് കറണ്ട് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ താപ വൈദ്യുത നിലയങ്ങളിൽ പോലും തീയുടെ ഈ പ്രവർത്തനം കൊണ്ടാണ് കറണ്ട് വരെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അഗ്നി ദേവതാത്മാസ ദേവൻ്റെ ആത്മാവായതുകൊണ്ടാണ് എല്ലാ മംഗളകർമ്മങ്ങളിലും യാഗഹോമ കർമാദികളിലും ഒക്കെ അഗ്നിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ചെയ്യുന്നത്. തീ ദഹിക്കാത്ത രണ്ട് സാധനങ്ങളാണ് കല്ലും മണ്ണും മാത്രം. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള സാധനവും കല്ലാണ്, ഏറ്റവും പവറുള്ള സാധനം അഗ്നിയാണ്. ദൈവം ബ്രാഹ്മണൻ്റെ ഗുരുവാണ് അഗ്നി എന്ന് പറയുന്നത്.